തിരുവനന്തപുരം നഗരസഭയിലെ സ്കൂളുകളിൽ നടപ്പിലാക്കിയ കമ്പ്യൂട്ടർ ഡിജിറ്റൽ ലൈബ്രറി പദ്ധതിയിലെ ക്രമക്കേട് മറച്ചുവെക്കാൻ നീക്കം. അനധികൃതമായി പണം ചിലവഴിച്ചെന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് BJP കൗൺസിലർമാർ ആരോപിച്ചു. എന്നാൽ നടന്ന പരിശോധനകൾ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രഹസനം എന്നാണ് ഉയരുന്ന ആരോപണം. SP ശ്രീനന്ദ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, തിരുവനന്തപുരം നഗരസഭയിലെ സ്കൂളുകളിൽ നടപ്പിലാക്കിയ കമ്പ്യൂട്ടർ ഡിജിറ്റൽ ലൈബ്രറി പദ്ധതിയിലെ ക്രമക്കേട് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഏത് രീതിയിൽ മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്? രോഹിണി, സ്കൂളുകളിൽ ഡിജിറ്റൽ ലൈബ്രറി അതുപോലെ തന്നെ ലാപ്ടോപ്പ് പദ്ധതികളിലെ ക്രമക്കേടാണ് ഇപ്പോൾ വൻ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ തന്നെ അതിനുശേഷം നടന്ന ഒരു വിജിലൻസ് പരിശോധനയും ഒക്കെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ ഒരു വിജിലൻസ് പരിശോധനയെല്ലാം തന്നെ പ്രഹസനത്തിന് വേണ്ടിയാണ് എന്നൊരു ആരോപണമാണ് ഇപ്പോൾ BJP കൗൺസിലർമാരൊക്കെ തന്നെ ഉന്നയിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഈ ഒരു ചെലവഴിച്ച തുക ഏത് വഴിയിലാണ് ഈ തുകകളെല്ലാം ചെലവഴിച്ചതെന്നും വിലക്കുറഞ്ഞ ഉപകരണങ്ങളാണ് വാങ്ങി നൽകിയതെന്നുമുള്ള ഒരു കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2022, 23, 24 വർഷങ്ങളിൽ സാമ്പത്തിക വർഷങ്ങളിൽ വികസന ഫണ്ടിൽ നിന്ന് 1,35,52,520 രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതിയിൽ വിജിലൻസ് പരിശോധനയിലൂടെ ക്രമക്കേട് നടന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ കണ്ടെത്തലുകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുകൂടി ഇതെല്ലാം തന്നെ പ്രഹസനമായിട്ടാണ് ഇപ്പോൾ കൗൺസിലർമാർ ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ വിജിലൻസ് പരിശോധന, ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാം തന്നെ ഈ ഒരു കൗൺസിലിനെയും അതുപോലെ തന്നെ നഗരസഭയെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിലേക്ക് കടക്കാനുള്ള മുൻവിധിയായിട്ടാണ് ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്കൂളുകളിൽ സാധാരണ വിദ്യാർത്ഥികൾക്കായി നൽകേണ്ട ലാപ്ടോപ്പുകളുടെയും ഡെസ്ക്ടോപ്പിന് പകരം ലാപ്ടോപ്പുകളുടെയും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ ഉപകരണങ്ങളിലും വരുത്തിയ ഒരു വൻ വീഴ്ചയാണ് ഇവിടെ ഇപ്പോൾ കൗൺസിലർമാർ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നിരവധി തവണ ഈ പ്രശ്നങ്ങൾക്കെതിരെ ഇവർ പരാതി നൽകിയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ തന്നെ വിജിലൻസ് പരിശോധനയും ഒക്കെ തന്നെ നടന്നത്. പക്ഷേ ഇതെല്ലാം വെറും പ്രഹസനത്തിന് വേണ്ടിയാണ് നടന്നിരിക്കുന്നത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇനിയും ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഈ ഒരു പ്രഹസനമായി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു പറഞ്ഞു. പക്ഷേ പുറത്ത് പറഞ്ഞിട്ട് 1 മാസം പിന്നിട്ടിട്ട് കൂടി ഇതുവരെ അതിനൊരു തീരുമാനമോ അതിലെന്തെങ്കിലും ഒരു നീക്കുപോക്കുകളോ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ പരിശോധനകളിൽ തെളിഞ്ഞ തെറ്റുകളെല്ലാം തന്നെ ആരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്നുകൂടി അതിനെ സംരക്ഷിച്ചു നിർത്താനുള്ളൊരു ശ്രമമാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയരുന്നത് എന്നാണ് നമ്മളോട് BJP കൗൺസിലർമാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരമൊരു സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള നഗരസഭയുടെ നീക്കത്തിനെതിരെയാണ് എല്ലാവരും ശക്തമായി പോരാടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് തക്കതായ ഒരു തീരുമാനം ഉടൻ തന്നെ എടുക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത്. രോഹിണി, ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിലെ സ്കൂളുകളിൽ നടപ്പിലാക്കിയ കമ്പ്യൂട്ടർ ഡിജിറ്റൽ ലൈബ്രറി പദ്ധതിയിലെ വലിയ രീതിയിലുള്ള ക്രമക്കേട് മറച്ചുവെക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അനധികൃതമായി പണം ചിലവഴിച്ചെന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നാണ് BJP കൗൺസിലർമാർ ആരോപിക്കുന്നത്. SP ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.